Today we will be discussing about digital signature algorithm. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ സിഗ്നേച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ് DSS. അപ്പോൾ DSS അപ്രോച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൈനിങ്ങും വെരിഫിക്കേഷനും ഒക്കെ ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് പല കമ്പോണൻസും വരും. നമ്മൾ RSA അപ്രോച്ച് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ കമ്പോണൻസ് നമ്മൾ DSS അപ്രോച്ച് ഉപയോഗിക്കുമ്പം സൈനിങ്ങിനും വെരിഫിക്കേഷനും വേണ്ടി യൂസ് ചെയ്യും. ഇനി DSS സ്റ്റാൻഡേർഡിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ പർപ്പസ് ഡോക്യുമെൻറ്റിനെ ഡിജിറ്റലി സൈൻ ചെയ്യുക, വെരിഫൈ ചെയ്യുക. അല്ലാണ്ട് അതിൽ കൂടുതൽ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, കീ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നും DSA ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് സൈനിങ് ആൻഡ് വെരിഫിക്കേഷൻ, അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് DSA അൽഗോരിതത്തിൻ്റെ പർപ്പസ്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് അപ്രോച്ചസ് പറഞ്ഞതിൽ സെക്കൻഡ് അപ്രോച്ച് DSS അപ്രോച്ച് പറഞ്ഞു. ഇനി അതിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചത് PUG, അതായത് ഗ്ലോബൽ പബ്ലിക് കീ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലുള്ള എല്ലാ പാർട്ടീസും എല്ലാ യൂസേഴ്സും ഷെയർ ചെയ്യുന്നൊരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചേക്കുന്നത്, P, Q and G. അപ്പോൾ ഇവിടെ 3 പാരാമീറ്റേഴ്സാണ് നമ്മൾ DSA അൽഗോരിതത്തിൽ ഉപയോഗിക്കുന്നത്. ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ ഗ്ലോബൽ പബ്ലിക് കീ എന്ന് പറയാം. അപ്പോൾ ഗ്ലോബൽ പബ്ലിക് കീ കമ്പോണൻസ് ആണ് ഈ P, Q and G. അപ്പോൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ DSA അൽഗോരിതത്തിലത് 3 പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും നമ്മൾ കമ്മ്യൂണിക്കേഷനിലുള്ള എല്ലാ പാർട്ടീസും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഗ്ലോബൽ പബ്ലിക് കീ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ യൂസേഴ്സും നല്ല കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, അപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ DSA അൽഗോരിതത്തിൻ്റെ കേസിൽ 3 പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് P, Q and G. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ 3 വാല്യൂസാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചൂസ് എ വാല്യൂ ഓഫ് Q. ഇപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം ആയിരിക്കണം. ഇനി അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം? 160 ബിറ്റ്സ് ആയിരിക്കണം അതിൻ്റെ ലെങ്ത്. അപ്പോൾ 160 ബിറ്റുള്ള ഒരു പ്രൈം നമ്പർ ചൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് നമ്മൾ P എന്ന് പറഞ്ഞൊരു പ്രൈം ചൂസ് ചെയ്യാം. ഇനി Pയുടെ ബിറ്റ് ലെങ്ത് 512 മുതൽ 1024 ബിറ്റ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം. അപ്പോൾ Qൻ്റെ കേസിൽ കറക്റ്റായിട്ട് നമ്മൾ 160 ബിറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ Pയുടെ കേസിൽ ഒരു റേഞ്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. 512 ബിറ്റ്സോ 1024 ബിറ്റ്സിന് ഇടയ്ക്കുള്ള എത്ര വേണമെങ്കിലും ലെങ്ത്തുള്ള പ്രൈം ആയാലും മതി, പ്രൈം എന്ന് പറഞ്ഞ വാല്യൂ. ഇനി അത് മാത്രമല്ല, ഇറ്റ് മസ്റ്റ് ബി എ പ്രൈം ഡിവൈസർ ഓഫ് P-1. ഇപ്പോൾ Q എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ പ്രൈം ഡിവൈസർ ഓഫ് P-1. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയയും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ചൂസ് ചെയ്തു. Q എന്ന് പറഞ്ഞ ഒരു പ്രൈം 160 ബിറ്റ്സ്, ഇനി P എന്ന് പറയുന്ന വേറൊരു പ്രൈം, അതിൻ്റെ വാല്യൂ 512 ബിറ്റിനും 1024 ബിറ്റ്സിനും ഇടയ്ക്കായിരിക്കണം. അതുപോലെ Q മസ്റ്റ് ബി എ പ്രൈം ഡിവൈസർ ഓഫ് P-1. ഇനി Pയും Qയും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് വി ക്യാൻ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് G. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ കാണുന്നത്, h⁻P-1/Q mod P. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ Pയും Qയും ഈ mod P. ഇപ്പോൾ ഇവിടെ എല്ലാം P, Q യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞ 2 വാല്യൂസാണ്. ഇനി H എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ വിത്തിൻ ദ റേഞ്ച് 1 to P-1. അപ്പോൾ 1നും P-1നും ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂസ് ആയിട്ട് നമ്മൾ Hനെ ചൂസ് ചെയ്യുന്നു. Pയും Qയും നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് Gയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ P, Q and G ഈ 3 എണ്ണത്തിനെ ആയിരിക്കും നമ്മൾ ഗ്ലോബൽ പബ്ലിക് കീ കമ്പോണൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ PUG എന്ന് പറഞ്ഞ ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക 3 വാല്യൂസിനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ DSA അൽഗോരിതം വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ട 3 കമ്പോണൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ പബ്ലിക് കീ കമ്പോണൻസ് 3 എണ്ണം, P, Q and G. Pയും Qയും നമ്മൾ ചൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് G നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റർ ആരാണോ ആൾ ഒരു സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്യാം. സോ X എന്നായിരിക്കും നമ്മൾ പ്രൈവറ്റ് കീ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ. X ഈസ് എ റാൻഡം ഓർ സ്യൂഡോ റാൻഡം ഇൻറ്റിജർ വിത്തിൻ ദ റേഞ്ച് 0 to Q. ഈ Q എന്ന് പറഞ്ഞ നമ്പറാണ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത്, 160 ബിറ്റുള്ള ഒരു പ്രൈം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ടേക്ക് ചൂസ് ചെയ്യുന്ന പല വാല്യൂസിനും റെസ്ട്രിക്ഷൻ അത് 0യ്ക്കും Qനും ഇടയ്ക്ക് ആയിരിക്കണം എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റർ ആരാണോ അല്ലെങ്കിൽ യൂസർ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്യാം. ആ പ്രൈവറ്റ് കീനെ നമ്മൾ X എന്ന് ഡിനോട്ട് ചെയ്തു, അതിൻ്റെ വാല്യൂ 0നും Qനും ഇടയ്ക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പ്രൈവറ്റ് കീയെ ബേസ് ചെയ്തിട്ട് ഒരു പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് സെൻറ്ററിൻ്റെ പബ്ലിക് കീ. പബ്ലിക് കീ നമ്മൾ Y വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, Y = G⁻X mod P. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ Gയും Pയും എന്താണ്? നമ്മുടെ ഗ്ലോബൽ പബ്ലിക് കീയിലെ കമ്പോണൻസ് ആണ്. ഇനി X എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ. അപ്പോൾ യൂസർ ഒരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്യുന്നു. ഇനി ആ പ്രൈവറ്റ് കീയും നമ്മുടെ ഗ്ലോബൽ പബ്ലിക് കീയിലെ 2 കമ്പോണൻസും കൂടെ ഉപയോഗിച്ച് ആ കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിനൊരു പബ്ലിക് കീ ഉണ്ടാക്കുന്നു. അപ്പോൾ സെൻറ്റർ ഒരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്തു, അതുപയോഗിച്ച് ഒരു പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു അഡീഷണൽ വാല്യൂ കൂടി യൂസ് ചെയ്യും, ദാറ്റ് ഈസ് യൂസേഴ്സ് പെർ മെസ്സേജ് സീക്രട്ട് നമ്പർ. ഓരോ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റാൻഡം വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ. അതിൻ്റെ വാല്യൂ 0യ്ക്കും Qനും ഇടയ്ക്കായിരിക്കണം. നമ്മൾ നേരത്തെ Xൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ
അതിൻ്റെ വാല്യൂം 0ക്കും Qനും ഇടയ്ക്കായിരുന്നു. അതുപോലെ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന പെർ മെസ്സേജ് സീക്രട്ട് നമ്പറിൻ്റെ വാല്യൂം 0ക്കും Qനും ഇടയ്ക്കായിരിക്കണം. ഓരോ മെസ്സേജിനും യുണീക്ക് ആയിട്ടുള്ള ഒരു റാൻഡം വാല്യൂ അത്രേ ഉള്ളൂ K കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 6 ഇൻപുട്ട്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഗ്ലോബൽ പബ്ലിക് കീയിലെ 3 ഇൻപുട്ട്സ് P, Q ആൻഡ് G. ഇത് 3 കമ്പോണൻസ്. നെക്സ്റ്റ് നമ്മൾ യൂസറിന് ഒരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടൊരു പബ്ലിക് കീ കമ്പ്യൂട്ട് ചെയ്തു. ഇനി ഓരോ മെസ്സേജിനും യൂണീക്കായിട്ടൊരു റാൻഡം വാല്യൂ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സൈൻ ചെയ്യാം. ഈ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ മെസ്സേജും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി റിസീവർ സൈഡിൽ അതുപയോഗിച്ച് വെരിഫൈ ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് ദ സൈനിങ് പ്രോസസ്സ്. സൈനിങ്ങിൻ്റെ ഇക്വേഷനാണ് ഈ കാണുന്നത്. സൈനിങ്ങിൽ ഞാൻ പറഞ്ഞു നമ്മൾ സിഗ്നേച്ചർ 2 കമ്പോണൻസ് ആണുള്ളത്. വൺ ഈസ് ആർ ആൻഡ് സെക്കൻഡ് ഈസ് എസ്. അപ്പോൾ ആറും എസ്സും ആണ് സിഗ്നേച്ചറിൽ 2 കമ്പോണൻസ്. ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആറാണ്. ഇനി ആറിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കി. G⁻K mod P mod Q. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഗ്ലോബൽ പബ്ലിക് കീയിലെ കമ്പോണൻസ് ആണ് പിയും ക്യൂവും ജിയും. നമ്മളുടെ ഇക്വേഷനിൽ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ജി ഉണ്ട്. അത് നമ്മൾ 3 ഗ്ലോബൽ പബ്ലിക് കീ കമ്പോണൻസ്. ഇനി കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓരോ മെസ്സേജിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നൊരു റാൻഡം വാല്യൂ. അപ്പോൾ ഇത് 4 നമുക്ക് മെസ്സേജുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് നേരത്തെ ചൂസ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ DSAയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് പ്രീ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അൽഗോരിതം പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനൊക്കെ പല വാല്യൂസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് 6 വാല്യൂസ് പ്രീവിയസ്ലി കമ്പ്യൂട്ട് ചെയ്ത് വെക്കാം. ഇതിന് മെസ്സേജ് ഡിപ്പെൻഡൻസി ഒന്നും വരുന്നില്ല. ഇനി കമ്പ്യൂട്ടേഷനിൽ തന്നെ ഫസ്റ്റ് നമ്മൾ 6 കമ്പോണൻറ്റ് തന്നെ കമ്പ്യൂട്ട് ചെയ്യണം. എന്നുവെച്ചാൽ 6 കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോട് ഉപയോഗിച്ചാണ് നമ്മൾ എസ്സിനെ കമ്പ്യൂട്ട് ചെയ്യുക. ഇനി എസ്സിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കാണാം. K ഇൻവേഴ്സ് ഇൻറ്റു HFM പ്ലസ് എക്സ് ഇൻറ്റു ആർ മോഡ് ക്യൂ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത 6 എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് നമ്മളിവിടെ ഈ ഇക്വേഷൻ്റെ ഈ പാർട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എസ്സിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന K ഇൻവേഴ്സ്. K എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പെർ മെസ്സേജ് ഓരോ മെസ്സേജിനും കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന റാൻഡം വാല്യൂ എന്ന് പറഞ്ഞു. സോ K ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ Kയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, മോഡ് ക്യൂ. അപ്പോൾ ഫസ്റ്റ് Kയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് ക്യൂ കണ്ടുപിടിച്ചു. പിന്നെ HFM എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളുടെ മെസ്സേജിൻ്റെ ഹാഷ് വാല്യൂ. ഈ DSAയിൽ നമ്മൾ ഹാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് SHA-1 അൽഗോരിതം ആണ്. സോ SHA-1 അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹാഷ് വാല്യൂ HFM കമ്പ്യൂട്ട് ചെയ്യാം. പ്ലസ് എക്സ് ഇൻറ്റു ആർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ, ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നേച്ചറിൽ ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത കമ്പോണൻറ്റ്. അപ്പോൾ ഹാഷും കമ്പ്യൂട്ട് ചെയ്യുക, എക്സ് പ്രൈവറ്റ് കീ, ആർ എന്ന് പറഞ്ഞ സിഗ്നേച്ചറിൽ അടുത്ത കമ്പോണൻറ്റ്. ഇത് ഇത്ര ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കെയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ എടുക്കുക, മോഡ് ക്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കിട്ടി. അപ്പോൾ ഈ ആറും എസ്സും ആയിരിക്കും നമ്മളെ സിഗ്നേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് സൈനിങ്. ഇനി ഈ സൈനിങ്ങിനെ നമ്മൾ ഒരു ഫിഗർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് സൈനിങ്. അപ്പോൾ ഇത്രയും ഇൻപുട്ട്സും അല്ലെ പ്രോസസ്സിംഗ് ആണ് വരുന്നത്. ഇതിനകത്ത് 2 ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് F1, സെക്കൻഡ് ഈസ് F2. അപ്പോൾ F2ൻ്റെ റിസൾട്ടാണ് 6, F1ൻ്റെ റിസൾട്ടാണ് S. അപ്പോൾ F2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. ബിക്കോസ് 6 കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് S കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ എസ്സിൻ്റെ ഇക്വേഷനുള്ളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, 6 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം F2 കമ്പ്യൂട്ട് ചെയ്യാം. F2 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് 4 ഇൻപുട്ട്സ് ഏതൊക്കെയാണ്, ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് F2 കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഇതാണ് F1. ഇനി F2ൻ്റെ അകത്തേക്ക് 4 ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, പിയും ക്യൂവും ജിയും കെയും. അതാണ് ഈ കാണിച്ചേക്കുന്ന 4 എണ്ണം, പി, ക്യൂ, ജി ആൻഡ് കെ. അപ്പോൾ ഈ 4 ഇൻപുട്ട്സ് ഉപയോഗിച്ച് F2 കമ്പ്യൂട്ട് ചെയ്യുന്നത്. F2ൽ എന്താ ചെയ്യേണ്ടത്, G⁻K മോഡ് പി മോഡ് ക്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ കഴിയുമ്പോൾ എന്ത് കിട്ടും, ആ കിട്ടുന്ന വാല്യൂ ആണ് R. അതാണ് സിഗ്നേച്ചറിലെ ഫസ്റ്റ് കമ്പോണൻറ്റ് R എന്ന് പറയുന്നത്. ഇനി എസ് എന്ന് പറഞ്ഞാൽ അടുത്ത കമ്പോണൻറ്റ് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കണം, 5 ഇൻപുട്ട്സ് യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മെസ്സേജിൻ്റെ ഹാഷ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ഹാഷ് വാല്യൂ HFM. HFM നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് SHA-1 അൽഗോരിതം ആണ്. അപ്പോൾ SHA-1 അൽഗോരിതം ഉപയോഗിച്ച് ഹാഷ് ജനറേറ്റ് ചെയ്താണ് ഇവിടുത്തെ ഇൻപുട്ട്. നെക്സ്റ്റ് നമ്മൾ മോഡിൽ ഉപയോഗിച്ച് അതേ കേ തന്നെ നമ്മൾ ഈ ഫംഗ്ഷനിലും യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പെർ മെസ്സേജ് സീക്രട്ട് നമ്പർ. ഓരോ മെസ്സേജിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റാൻഡം വാല്യൂ. പിന്നെ തേർഡ് കമ്പോണൻറ്റ് നോക്കി, നമ്മളിവിടെ ഫംഗ്ഷൻ F2 ഔട്ട്പുട്ട് കിട്ടിയ R. അപ്പോൾ ആ R ആണ് നമ്മുടെ തേർഡ് ഇൻപുട്ടായിട്ട് F1ൽ വരിക. പിന്നെ എക്സും ക്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ, ക്യൂ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പബ്ലിക് കീയിലെ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ ഈ 5 ഇൻപുട്ട്സ് ആണ് നമ്മളുടെ F1 ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഈ F1 എന്ന് പറയുന്നതിലേക്ക് HFM ഉണ്ട്, K ഉണ്ട്, എക്സ്, R, Q. നമ്മളവിടെ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് K മോഡ് Q ഇൻറ്റു HFM പ്ലസ് എക്സ് ഇൻറ്റു R മോഡ് Q. അപ്പോൾ അതിലേക്ക് എന്തെല്ലാം വേണം, K വേണം, HFM വേണം, എക്സ് വേണം, R വേണം, Q വേണം. അത്രയാണ് ഈ 5 ഇൻപുട്ട്സ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 5 ഇൻപുട്ട്സ് ഉപയോഗിച്ച് നമ്മൾ F1 ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ റിസൾട്ട് എന്താണ്, വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് S. ദിസ് ഈസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഓഫ്
സിഗ്നേച്ചർ. അപ്പോൾ സിഗ്നേച്ചറിൽ 2 കമ്പോണൻസ്, ഒന്ന് ആറും പിന്നെ ഒന്ന് എസ്സും. അപ്പോൾ 6 കമ്പ്യൂട്ട് ചെയ്യുന്നത് F2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി ആറിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് 6 യൂസ് ചെയ്തിട്ടാണ് എസ്സിൻ്റെ കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. സോ ഇത്രയും പോർഷനാണ് നമ്മൾ സിഗ്നേച്ചർ ജനറേഷൻ. അപ്പോൾ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്താണ്? 2 കമ്പോണൻസ് കിട്ടി, ഒന്ന് ആറും പിന്നെ ഒന്ന് എസ്സും. ഇനി ഇതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് മെസ്സേജിൻ്റെ കൂടെ. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ്, അതിൻ്റെ പുറകെ എന്തുണ്ട്? ആറും എസ്സിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ എം ഡാഷ് എസ് ഡാഷ് ആർ ഡാഷ് നോട്ട് ചെയ്തേക്കുന്നത് നമ്മൾ റിസീവർ സൈഡിൽ റിസീവ് ചെയ്ത മെസ്സേജിൻ്റെ വാല്യൂവും സിഗ്നേച്ചറിൻ്റെ വാല്യൂസ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജും ആറും എസ്സും കൂടി അയച്ചു. ഇനി റിസീവർ സൈഡിൽ കിട്ടിയ മെസ്സേജാണ് എം ഡാഷ്, അതുപോലെ റിസീവർ സൈഡിൽ കിട്ടിയ ആറിൻ്റെ വാല്യൂ ആണ് ആർ ഡാഷ്, റിസീവർ സൈഡിൽ കിട്ടിയ എസ്സിൻ്റെ വാല്യൂ ആണ് എസ് ഡാഷ്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യണം? സിഗ്നേച്ചർ വെരിഫിക്കേഷൻ അൽഗോരിതം ഉപയോഗിച്ച് സിഗ്നേച്ചർ വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും സെക്കൻഡ് ഫിഗറിൻ്റെ പർപ്പസ് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് W കമ്പ്യൂട്ട് ചെയ്യുക. W ഈക്വൽ ടു എസ് ഡാഷ് ഇൻവേഴ്സ് മോഡ് ക്യൂ. അപ്പോൾ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സിഗ്നേച്ചറിൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട ഒരു കമ്പോണൻ്റാണ്. സിഗ്നേച്ചറിൽ എസ്സും ആറും ആണുള്ളത്. അപ്പോൾ ഈ എസ് അവിടെ കിട്ടിയ വേർഷനാണ് ഈ എസ് ഡാഷ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എസിൻ്റെ എസ് ഡേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുക, മോഡ് ക്യൂ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ W കമ്പ്യൂട്ട് ചെയ്തു, സിഗ്നേച്ചറിലെ എസ് എടുത്തു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് ക്യൂ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് U1 ആൻഡ് U2. ഇനി U1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് ഈ കാണുന്നത്. എച്ച് ഓഫ് എം ഡാഷ് റിസീവ് ചെയ്ത് അവിടുത്തെ റിസീവർ സൈഡിൽ എത്തിയ മെസ്സേജിൻ്റെ ഹാഷ്, അതായത് SH1 തന്നെ നമ്മൾ വീണ്ടും കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ W മോഡ് ക്യൂ. W ഇപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തതാണ്. ദെൻ മോഡ് ക്യൂ. അപ്പോൾ U1 കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എച്ച് ഓഫ് എം ഡാഷ് ഇൻറ്റു W മോഡ് ക്യൂ. അപ്പോൾ ഫസ്റ്റ് W കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ W എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, എസിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് ക്യൂ. നെക്സ്റ്റ് U1 കമ്പ്യൂട്ട് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ മെസ്സേജിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. ദെൻ ഇൻറ്റു W മോഡ് ക്യൂ. ഇനി U2ൻ്റെ കേസിലാണെങ്കിൽ സിഗ്നേച്ചറിൽ അടുത്ത കമ്പോണൻ്റ് എടുക്കുക. അതെന്തായിരുന്നു? എസ് ഇവിടെ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു. നെക്സ്റ്റ് കമ്പോണൻ്റ് ഈസ് ആർ ഡാഷ് എടുക്കുക ഇൻറ്റു W മോഡ് ക്യൂ. നമുക്ക് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനലോഗി കിട്ടും. ഇതിൽ സെക്കൻഡിലും തേർഡിലും W മോഡ് ക്യൂ വരുന്നുണ്ട്. അതിൽ ഒന്നിൽ ഹാഷ് അപ്പൻ്റെ ഫസ്റ്റ് വരുന്നു, U2ൻ്റെ കേസിലാണെങ്കിൽ 6 വരുന്നു. അത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും W കിട്ടി, U1 കിട്ടി, U2 കിട്ടി. നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് V ഈക്വൽ ടു G റേസ് ടു U1 ഇൻറ്റു Y റേസ് ടു U2 മോഡ് P മോഡ് Q. അപ്പോൾ G എന്താണെന്ന് നമുക്കറിയാം, ഗ്ലോബൽ പബ്ലിക് കീയിലെ കമ്പോണൻ്റ് ആണ്. U1 എന്താണ്? നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി Y എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്ററിൻ്റെ പബ്ലിക് കീ ആണ്. സൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈവറ്റ് കീ ആണ് ഉപയോഗിച്ചത്. നമ്മളുടെ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ വേണം യൂസ് ചെയ്യാൻ. അതാണ് ഈ Y എന്ന് പറയുന്നത്. ഇനി U2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡ് P മോഡ് Q. Pയും Qയും നമ്മളുടെ ഗ്ലോബൽ പബ്ലിക് കീയിലെ കമ്പോണൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി ഇൻ V. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് V ഈക്വൽ ടു ആർ ഡാഷ് ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ റിസീവർ സൈഡിൽ കിട്ടിയ ആറിൻ്റെ കമ്പോണൻ്റ് എടുക്കുക. നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ Vയുടെ വാല്യൂ എടുക്കുക. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സിഗ്നേച്ചർ ഈസ് വാലിഡ്, അല്ലെങ്കിൽ വാലിഡ് അല്ല. ഈ പറഞ്ഞ 4 ഇക്വേഷൻസിനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ റിസീവർ സൈഡിൽ കിട്ടിയ എന്തൊക്കെയാണ്? മെസ്സേജ് കിട്ടി, സിഗ്നേച്ചറിന് 2 കമ്പോണൻസും കിട്ടി. ഇനി റിസീവ് ചെയ്ത വേർഷൻസ് ആയതുകൊണ്ടാണ് ഈ ഡാഷ് ഇല്ലാത്തതിൻ്റെ കൂടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ 2 ഫംഗ്ഷൻസാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് F3 പിന്നെ ഒന്ന് F4. ഈ F3 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനാണ്. എസ് എടുക്കുക, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് Q എടുക്കുക. അപ്പോൾ F3യുടെ കേസിൽ എസ് എടുത്തു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് Q ചെയ്തു. ആ റിസൾട്ട് എന്തായിരിക്കും? W. അതാണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. W ഈക്വൽ ടു F3. F3ക്ക് 2 ഇൻപുട്ട്സ്, ഒന്ന് എസ് ഡാഷും ഒന്ന് Qവും. എസ് ഡാഷിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് Q എടുത്തു. അപ്പോൾ F3 കഴിഞ്ഞു. ഈ F3 നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? F4ൽ യൂസ് ചെയ്യേണ്ടി വരും കമ്പ്യൂട്ടേഷന് വേണ്ടി. സോ F4 എന്ന് പറയുന്നതാണ് ഏറ്റവും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതിൽ പറയാനായിട്ട്. F4ലേക്ക് 6 ഇൻപുട്ട്സ് ആണ് വരുന്നത്. ഇനി 6 ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്തായാലും Y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സെൻറ്ററിൻ്റെ പബ്ലിക് കീ. ഇനി Qയും Gയും നമ്മളുടെ ഗ്ലോബൽ പബ്ലിക് കീയിലെ കമ്പോണൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഈ കമ്പോണൻ്റ് എന്താണ്? നമ്മൾ റിസീവ് ചെയ്ത മെസ്സേജിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. ഇനി ഈ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. W എന്ന് പറഞ്ഞ വാല്യൂ, F3 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റിസൾട്ട്, ദാറ്റ് ഈസ് എസിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് Q എടുത്തു, Wയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് W. ഇനി നെക്സ്റ്റ് സിഗ്നേച്ചറിലെ അടുത്ത കമ്പോണൻറ്റ് ആർ ഡാഷ്. അപ്പോൾ ഈ 6 ഇൻപുട്ട്സ് ആണ് F4 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് F4ലേക്ക് Y, Q, G, H of M dash, W and R dash.
അപ്പോൾ ഈ ആറെണ്ണത്തിനെ കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് നെക്സ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷനിൽ g⁻u1 y⁻u2 എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഈ u1ൻ്റെ ഇക്വേഷൻ HFM' × W mod Q, അത് നേരെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. g⁻u1 എഴുതുന്നതിന് പകരം u1ൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് HFM' × W mod Q ഇങ്ങോട്ടേക്ക് എഴുതി. ദാറ്റ് ഈസ് g⁻HFM' × W mod Q ഇൻറ്റു y⁻, നെക്സ്റ്റ് എന്താണ് u2 ആണ് വരേണ്ടത്. u2ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു r' × W mod Q. അപ്പോൾ y⁻r' × W mod Q mod P mod Q. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി. ഇനി സിഗ്നേച്ചർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിട്ടിയ വിയും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത റിസീവർ സൈഡിൽ കിട്ടിയ ആറിൻ്റെ വാല്യൂയും കൂടി കമ്പയർ ചെയ്യാം. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സിഗ്നേച്ചർ ഇസ് വാലിഡ്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് സൈനിങ് ആൻഡ് വെരിഫിക്കേഷൻ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം. അപ്പോൾ ഈ ഒരു അൽഗോരിതം എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിതിലെ കമ്പോണൻസ് എല്ലാം പറയണം. അപ്പോൾ ആ ഗ്ലോബൽ പബ്ലിക് കീ എന്താണെന്ന് പറയുക, അതിലെ 3 കമ്പോണൻസ് പിയും ക്യൂയും ജിയും പറയുക. ദെൻ യൂസറിൻ്റെ പ്രൈവറ്റ് കീ എക്സ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് ക്യൂ വൈ, പിന്നെ ഓരോ മെസ്സേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന റാൻഡം വാല്യൂ കെ. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈനിങ് പറയാം, വെരിഫിക്കേഷൻ പറയാം. സൈനിങ്ങിൻ്റെ കേസിൽ 2 ഇക്വേഷൻസ് പറയുക. ഈ പറഞ്ഞേക്കുന്ന 2 ഇക്വേഷൻസും ഈ ഒരു ഫിഗറും വരച്ചാൽ സൈനിങ് ഓക്കെ ആയി. പിന്നെ അതുപോലെ തന്നെ റിസീവർ സൈഡിൽ നമ്മൾ 2 ഫംഗ്ഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോമാറ്റ് ആയിരിക്കും. നമുക്ക് അനലോഗ് വെച്ചൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കാൻ പറ്റും. ഫസ്റ്റ് ഡബ്ല്യുവിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതായത് എസ് എടുത്തു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡ് ക്യൂ എടുത്തു. പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? u1 u2 തന്നെ എഴുതുക. അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പം. സോ u1 എന്ന് പറയുമ്പം ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, ദെൻ ഈ w ഇടുക, മോഡ് ക്യൂ ഇടുക. ഈ u2ൻ്റെ കേസിലാകുമ്പം സിഗ്നേച്ചറിൻ്റെ അടുത്ത കമ്പോണൻറ്റ് r എടുക്കുക, w ഇടുക, മോഡ് ക്യൂ ഇടുക. അപ്പോൾ ഈ ഇക്വേഷനായി. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ g⁻u1 y⁻u2 mod p mod q. കിട്ടുന്ന റിസൾട്ടും നമ്മൾ റിസീവ് ചെയ്ത r' കമ്പോണൻറ്റും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സിഗ്നേച്ചർ ഈസ് വാലിഡ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം.